multiple actors, however, in the industry are now coming out in support of the survivor. Of course, not ready to comment as far as when it comes to the court and the observations that has been made over the acquittal there. But in the assault case, multiple people from the film industry are coming out and saying that we stand with the survivor. This assault case is one of the highlights that is currently going on in Kerala. The survivor has spoken out. Yesterday she has put her statement saying that she is not happy with the judgment, and she was not in fact expecting anything better from the trial court. So you come from this industry, what do you have to say on that? ആ കേസിനെ കുറിച്ച് പറയാൻ നോ കമൻസ്. കാരണം അത് കോടതിയിൽ നിന്ന് നീതിന്യായമായ കേസാണ്. അപ്പോൾ കോടതിക്ക് മുകളിൽ ഞാനൊരു അപ്പീൽ പറയണത് ശരിയല്ല. അതാര് ചെയ്താലും അതോടനെ നമ്മൾ കണ്ടെത്തണം. പക്ഷെ ഞാൻ അതിജീവിതയുടെ ഒപ്പമാണ്. കാരണം അത് ആ കുട്ടിയാണ്ടല്ല, ആരായാലും ഒരു സ്ത്രീക്കൊപ്പമായിരിക്കും ഞാൻ എപ്പോഴും. പക്ഷെ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയാണ്. ആ വ്യക്തിയാണോ ചെയ്തത് നമുക്കറിയില്ല. നമ്മൾ കാണാത്ത കാര്യം, അറിയാത്തൊരു കാര്യം, ഇതാര് ചെയ്താലും ചെയ്ത ആൾക്കറിയാം, ചെയ്യിപ്പിച്ച ആൾക്കറിയാം, മുകളിലിരിക്കുന്ന ആൾക്കും അറിയാം. ചിലപ്പോൾ അതിജീവിതയ്ക്ക് പോലും അറിയില്ല. അപ്പം എന്നെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ അതെനിക്കും എൻ്റെ ഫാമിലിക്കായിരിക്കും വിഷമം. അതേപോലെയാണ് നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്കിത് അറിയില്ല. പിന്നെ കോടതിയിലും ഇത് ന്യായമായ കിട്ടിയൊരു കേസാണ്. പക്ഷെ ഞാൻ എന്ത് വന്നാലും അതിജീവിക്കൊപ്പമാണ്. The survivor in the actor assault case has finally put out a statement yesterday. She has clearly mentioned that she did not have much hope from the trial court, and she is not very satisfied with the entire verdict that has come out. As an Amma Joint Secretary, what do you have to say? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പരാതിപ്പെട്ട ആൾക്ക് നീതി കിട്ടിയെന്ന് ആ വ്യക്തിയാണ് ആദ്യം പറയേണ്ടതല്ലേ. അപ്പോൾ ആ വ്യക്തിക്ക് നീതി കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീതി ലഭിച്ചു. പക്ഷെ നീതി കിട്ടിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. However, there are other artists as well who have been commenting as far as when it comes to Dileep's acquittal. Let's talk about Bhagyalakshmi, who's another artist and has come out to give a statement exactly what may have happened in the Kerala actress assault case, as she's giving her opinion. I'm being joined by dubbing artist Bhagyalakshmi, and I'm going to ask you, ma'am, the entire industry, it is divided between two halves. Few of them believe the judgment is fair, we should believe in the judicial system, but the other half believes the survivor is not happy, she is not satisfied with the judgment, so then definitely judgment is unfair. What do you have to say on that? I think this is my duty, everyone's duty. I'm thinking like that because in my life, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ആളാണ്. സോ എനിക്കറിയാം ഒരു പെൺകുട്ടി കടന്നു പോകുന്ന വഴി, എസ്പെഷ്യലി ഇൻ ഫിലിം ഇൻഡസ്ട്രി. So many things happening here. We know casting couch and everything. But ഒരുപാട് പേർക്ക് അത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടമാകും എന്നൊക്കെ. ബട്ട് ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെയാണ്. ഒരു 17-18 ഇയേഴ്സ് ഉള്ളപ്പോഴേ ഞാൻ ഇങ്ങനെ തന്നെയാണ്. സോ ആക്ച്വലി ഇതിൽ ദിലീപ് വാസ് മൈ ഫ്രണ്ട്. ദിലീപ് വാസ് മൈ ഫ്രണ്ട്, നോട്ട് മഞ്ജു ആൻഡ് ഭാവന. ബട്ട് ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് എനിക്ക് തോന്നി ഞാൻ അവരോടൊപ്പം നിൽക്കണം. ബിക്കോസ് വി നോ ഹൂ ഈസ് ഹി ആൻഡ് വാട്ട് ഈസ് ഹി. വി നോ